ബലൂചിസ്ഥാനിലെ ജനതയെ അടിച്ചമർത്താൻ കർഫ്യൂ പ്രഖ്യാപിച്ച് പാക് സൈന്യം തോക്കെടുക്കുമ്പോൾ ഇപ്പുറത്ത് ഖൈബർ പക്തുൻഖയിൽ പാകിസ്ഥാന്റെ നെഞ്ചു പിളർക്കുകയാണ് ഭീകരർ. സ്വന്തം മണ്ണിൽ വളർത്തിയ ഭീകരവാദം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്ന് നാളെ തുടച്ചു മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാനിലെ ഖൈബർ പക്തുൻഖ പ്രവിശ്യയിൽ നടന്ന സ്ഫോടനത്തിൽ 14 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 17 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബജൌർ, ബന്നു, ഷാംഗ്ല ജില്ലകളിലായി നടന്ന ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. ബജൌറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ചെക്ക് പോയിന്റിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ഭീകരർ 11 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒരു ചെറിയ പെൺകുട്ടിയെയും വകവരുത്തിയിരിക്കുന്നത്. അതേസമയം ബന്നുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു റിക്ഷയിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 2 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഷാംഗ്ലയിൽ നടന്ന ഏറ്റുമുട്ടലിലാകട്ടെ 3 പോലീസുകാർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു വശത്ത് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ പാക് ഭരണകൂടം കർഫ്യൂ ഉൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും പാക് പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ കേട്ടിരുന്നു. ഭരണകൂടം ബലൂചിസ്ഥാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സുരക്ഷാ വീഴ്ച മുതലെടുത്ത് ഖൈബറിൽ ഭീകരർ അഴിഞ്ഞാടുകയാണ്. ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും ഇതിനിടയിൽ വർദ്ധിച്ചിരുന്നു പാകിസ്ഥാനിൽ. ഇതും പാകിസ്ഥാന്റെ സുരക്ഷാവാദങ്ങളുടെ മുനയൊടിക്കുകയാണ്. കാലങ്ങളായി ഇന്ത്യക്കെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും ഉപയോഗിക്കാൻ ഭീകരരെ പാലൂട്ടി വളർത്തിയ ഒരു രാജ്യത്തിന്റെ സ്വാഭാവിക പതനമാണിത്. നല്ല ഭീകരർ, ചീത്ത ഭീകരർ എന്ന പാകിസ്ഥാന്റെ നയം അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. നമുക്കറിയാം, അവർ പറയുന്നത് ഭീകരർ 2 തരത്തിലുള്ളതാണ്, നല്ലതും ചീത്തയും ഉണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ അത് തന്നെ അവർക്കിപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളെ തകർക്കാൻ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഇന്ന് സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും എതിരെ തിരിഞ്ഞിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച ചൈന പോലും പാകിസ്ഥാനിലെ സുരക്ഷാ കാര്യങ്ങളിൽ അതൃപ്തരാണ് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അയൽ രാജ്യങ്ങളെ തകർക്കാൻ സ്വന്തം മുറ്റത്ത് പാമ്പിനെ വളർത്തിയവർക്ക് ഇന്ന് അതേ പാമ്പുകൾ തിരിഞ്ഞു കൊത്തുമ്പോൾ പരാതിപ്പെടാൻ അർഹതയില്ല. ബലൂചിസ്ഥാനിൽ ജനരോഷത്തെ ടാങ്കുകൾ കൊണ്ട് നേരിടുന്ന പാക് ഭരണകൂടത്തിന് സ്വന്തം പോലീസുകാർ തെരുവിൽ ചിതറിത്തെറിക്കുന്നത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. പട്ടാളക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഭീകരവാദം എന്ന ഇരുതല മൂർച്ചയുള്ള വാള് കൊണ്ട് കളിച്ചാൽ അത് സ്വന്തം കൈവിരലുകൾ മാത്രമല്ല തലയും പോകുമെന്നുള്ളത് പാകിസ്ഥാൻ വൈകിയാണെങ്കിലും പഠിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.